ഹലോ ഗൈസ്, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ആദ്യം പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 ആയിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം ഒരുപാട് ലെങ്ത് ആയിപ്പോവും വീഡിയോയ്ക്ക്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഷോർട്ടാക്കി ഇടുന്നത്. അപ്പോൾ അതാണ്ട് നമ്മൾ ആറ്റിൽ കുളിക്കാൻ പോകുന്ന കാര്യമല്ലേ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അതാണ്ട് നമ്മൾ ആറ്റിൽ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരെ കുളിപ്പിക്കുന്നത് ചെറിയ വെള്ളമുള്ള സ്ഥലത്താണ്. നമ്മൾ മാറിപ്പോയി കുളിക്കുന്നുണ്ട്. അത് ഞാനും അവളും കൂടെ പിള്ളേരെ എല്ലാം കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് സെറ്റാക്കിയിട്ട് മാറിപ്പോയാണ് കേട്ടോ ആഴമുള്ളിടത്ത് കുളിക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇവിടെയാണ് നമ്മൾ പിള്ളേരെ കുളിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ ഒത്തിരി വെള്ളമില്ല കേട്ടോ, എന്നാലും കുഴിയുണ്ട്, തെറ്റലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പയ്യെ പിടിച്ച് എല്ലാവരെയും ഇറക്കി കുളിക്കാനായിട്ട് റെഡിയായി കേട്ടോ. കുഞ്ഞായിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഇരുന്ന് കളിക്കാനായിട്ടൊക്കെ വെള്ളം കണ്ടു കഴിയുമ്പോഴത്തേക്ക്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ കപ്പും ബക്കറ്റും ഒക്കെ ആയിട്ടാണ് പോയത്, മീനെയൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പം മീനൊക്കെ നമ്മൾ അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോഴേ ഓളം തല്ലുന്ന കാണുമ്പോഴേ മീനൊക്കെ പമ്പ കിടക്കും കേട്ടോ. എന്നാലും പിള്ളേരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചുമ്മാ മീൻ പിടിക്കുന്ന പോലൊക്കെ കാണിച്ച് മീനെ ഒന്നും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് 3 പേര് റെഡി ആയിട്ട് നിൽക്കുവാണ് ആറ്റി കുളിക്കാനായിട്ട്. ഹായ്, മീനുണ്ടടാ അതില്. നിരങ്ങിപ്പൊക്കെ അയ്യോ പോവല്ലോ ഒത്തിരി. കുഞ്ഞിങ്ങി വാ, ഇവിടെ വാ ഇങ്ങോട്ട് വാടാ. പാടി ഇങ്ങനെ ഇറങ്ങാൻ പറ്റും, പക്ഷെ നല്ല രസവാ. അപ്പോൾ പിള്ളേർ കുറേ കളിച്ചു കേട്ടോ, 1 മണിക്കൂറോളം കളിച്ചു. അതിന് ശേഷമാണ് ഞാനും അവളും കൂടി പിന്നെ ഇപ്പുറത്തോട്ട് മാറി വന്നു കേട്ടോ. നമ്മൾ ആ കാണിച്ച ആ സ്ഥലത്തു നിന്ന് കുറേ ഇപ്പുറത്തോട്ട് മാറി വരുമ്പോഴത്തേക്കും നല്ല ആഴമുള്ള സ്ഥലമുണ്ട് കേട്ടോ. അമ്പാടി അപ്പോൾ അവിടെ ഒന്നും വെള്ളത്തിൽ ചാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ തോർത്തി അവനെ ഒരുവിധം ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറ്റി, പിള്ളേരെ 2നെ കയറ്റി കരയ്ക്കൊക്കെ ഇരുത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വെള്ളത്തിൽ ചാടിയ. കുറേ നീന്താനൊക്കെ പറ്റി. ഞങ്ങൾ ആറ്റിലെ കുളിയൊക്കെ കഴിഞ്ഞു. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാണെന്നറിയത്തില്ല, മൂക്കൊക്കെ നല്ലപോലെ അടഞ്ഞു കേട്ടോ. അപ്പോൾ വേണ്ട നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോകാനായിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുവാണ്. പിള്ളേരെല്ലാം റെഡിയായി. ഇതേ കാത്തു എവിടെ പോവാ? ഒടിഞ്ഞു പോയത് ഇത്. ആണോ? ആദ്യം അമ്മമ്മയുടെ വീട്ടിൽ പോവാ. ഞങ്ങള് വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന എല്ലാരും ചോറൊക്കെ കഴിച്ചു. കുഞ്ഞങ്ങോട്ട് ഇറങ്ങിയതേ കസേര ഇടട്ടെ, അങ്ങോട്ട്. അപ്പൊ അമ്മ എന്റെ തലയെ നോക്കാനായിട്ട് പോവാണ് കേട്ടോ. പേനൊന്നുമില്ല, പക്ഷേങ്കിൽ എനിക്ക് അമ്മ ഇങ്ങനെ നന്നായിട്ട് തലയിൽ ഇങ്ങനെ കത്തിയും കൊണ്ട് ഇതുപോലെ നല്ല സുഖമാണ് കേട്ടോ. അമ്മ ഇതുപോലെ ഇങ്ങനെ കത്തിയും കൊണ്ട് നോക്കി നല്ല സുഖമാണ്. 2 മാസം കൂടിയായിരുന്നു കേട്ടോ അമ്മേനെ കണ്ടത്. അമ്മയോട് കുറേ സംസാരിച്ചു, എന്തൊക്കെയാണെന്ന് അറിയത്തില്ല, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോൾ തലയെ നോക്കുന്ന കാര്യം അതും ഇതുമൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അമ്മ ഓൾഡ് സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തു. അച്ഛനും അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അച്ഛനും ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയും വർത്താനം പറഞ്ഞു.
പിന്നെ ഞങ്ങൾ അപ്പുറത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ അങ്ങനെ എടുക്കാഞ്ഞതാണ് കേട്ടോ. പിന്നെ ചോറൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് എല്ലാവരും കൂടി പേൻ കടിച്ചു പൊട്ടിക്കുന്ന വലിയ മൂട്ട പേനുണ്ട്. അയ്യോ, എൻ്റെ തലയിലെങ്ങും പേനൊന്നും ഇപ്പൊ നേരത്തെങ്ങും ഒന്നുമില്ല, ചുമ്മാ നല്ല സുഖമാണ് ഇങ്ങനെ നോക്കുമ്പോ. ഉറക്കം വരും. ഇടത്തുവശത്ത് വശമില്ല കേട്ടോ, ഇങ്ങനെ അങ്ങോട്ട് കുത്തണം. പൈസ കൊണ്ട് വന്നാൽ മതി, തല നോക്കില്ല. ഇവിടെ അടുത്തൊരു അമ്മച്ചിയുണ്ട്, ശാന്തമ്മ എന്ന് പറഞ്ഞൊരു അമ്മച്ചി. അവരുടെ അമ്മ എല്ലാം വരും. മോനെ ഒന്ന് കുത്തടി, നീ കുത്തിയാൽ നല്ല സുഖമാടി, ഉറക്കം വരുടി എന്ന് പറയും. ഇങ്ങനെ വന്ന് അവരെന്നിട്ട് ഇങ്ങനെ തൂങ്ങും. ഇങ്ങനെ അമ്മ എന്നിട്ട് എന്നാ ഞങ്ങള് സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് അമ്മ ആറ്റിക്കൊണ്ടുപോയി പേനും നോക്കിയോ കൊറേ എണ്ണയും വെച്ച് തന്നിട്ട് ആറ്റിക്കൊണ്ടുപോയി കുളിപ്പിക്കുന്നത്. എടി നീ ഓർക്കുന്നുണ്ടോ? ഒരു ദിവസം കുഞ്ഞിലെ ചെറുപ്പത്തിലെയാ ദിവ്യയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിടി. യോ, കുളിപ്പിക്കാൻ കൊണ്ടുപോയപ്പോ ഉണ്ടല്ലോ 2.5 വയസ്സേ ഉള്ളൂ. അലക്കി അലക്കി നോക്കിയപ്പോ അലക്കിയേച്ചു നോക്കിയപ്പോ ഇവളെ കണ്ടില്ല. നോക്കിയപ്പോ ഉണ്ട് ചെളി കമന്ന് യോ, എന്റെ കുഞ്ഞിനെ കണ്ടില്ലേ പറ. ഒറ്റ കാറി വെള്ളത്തിലോട്ട് നോക്കിയപ്പോ പിന്നെ വലിച്ചു കയറ്റി കുളിപ്പിച്ചു. അയ്യോ, തട്ടിപ്പോയി എന്റെ തമ്പുരാനെ. അയ്യോ, ആണോ? അച്ഛനോട് പറഞ്ഞേയില്ല. അച്ഛനോട് പറയാതിരുന്ന ഞാൻ പറഞ്ഞു ഒരു കാര്യമുണ്ട്. നോക്കിയപ്പോ ഉണ്ടല്ലോ വായിലും മൂക്കിലും തലയിലും എല്ലാം ചെളി പിടിച്ച്. അയ്യോ, അനക്കൊക്കെ നോക്കിയപ്പോ ഒത്തിരി തുണിയാ. അലക്കി 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 കൊച്ചിന്റെ ഒച്ചയൊന്നും കേൾക്കില്ല. എപ്പോഴാ അതൊക്കെ ഇങ്ങനെ തിരിഞ്ഞു? അപ്പൊ ഞാനില്ലായിരുന്നോ? അന്നേരം നീ ഇല്ലേ. 2.5 വയസ്സും കൊണ്ടാവുന്നില്ല. അയ്യോ, 2.5 ഇല്ല, 2 വയസ്സാന്ന് തോന്നുന്നു. ഞങ്ങള് തമ്മിൽ 3 വയസ്സ് 4 വയസ്സ് വ്യത്യാസം ഇല്ലേ അമ്മ? അങ്ങനെ അമ്മയുമായിട്ടുള്ള സംസാരവും ചായ കൂടിയും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ട നമ്മുടെ വീടിൻ്റെ തൊട്ടു മുകളിലായിട്ട് തേയില ഇതുപോലെ നുള്ളിക്കൊണ്ട് പോകാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇതുപോലെ മെഷീനിലാണ് ചെയ്യുന്നത്. ഇതുപോലെ കയ്യിൽ അത് പിടിക്കും. അതിന് ശേഷം വേണ്ട ഇതുപോലെ ഈ മെഷീൻ ഇതിലോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഈ തളിരായിട്ടുള്ള ഇലകളൊക്കെ നമ്മുടെ ഈ സഞ്ചിക്കകത്തോട്ട് ഇതുപോലെ വീഴും കേട്ടോ. ഇത് ഫാക്ടറി കൊണ്ടുപോയിട്ടാണ് നമുക്ക് തേയിലപ്പൊടി കണ്ണൻ ദേവൻ്റെയും പോപ്സൻ്റെയൊക്കെ ടീ നമ്മൾ മേടിക്കത്തില്ലേ കടയിൽ നിന്ന്, അതൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ വേണ്ടേ ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ തേയില ഞുള്ളുന്നതും തേയില നടുന്നതും അതുപോലെ തന്നെ അവർ തേയിലയ്ക്ക് മരുന്നടിക്കുന്നതൊക്കെ. എനിക്കപ്പം നല്ലപോലെ അറിയാം തേയിലയ്ക്കകത്ത് എന്തേലും പോയിസൺ ഉണ്ട് എന്നൊക്കെ. ഞാനതുകൊണ്ട് കടുംചായ കുടിക്കാറേ ഇല്ല കേട്ടോ. അതിൽ നിന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമല്ലോ ഞാൻ എന്തുകൊണ്ടാണ് കടുംചായ കുടിക്കത്തില്ലാത്തത്. വല്ലപ്പോഴും ഒന്ന് കുടിച്ചാലായി. പിന്നെ ഞാൻ പറയുവാണ് കുഞ്ഞു കുട്ടികൾക്കൊന്നും കടുംചായ കൊടുക്കുകയേ ചെയ്യരുത്. എനിക്കതിനെക്കുറിച്ച് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ചായ കുടിക്കുന്നതും അത്ര നല്ലതൊന്നുമല്ല. നമ്മൾ ഈ തേയിലയുടെ ഓരോ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചായ കുടിക്കുന്നതും അത്ര നല്ലതൊന്നുമല്ല. അവർ ഈ മരുന്നടിക്കും കേട്ടോ. മരുന്നടിച്ചിട്ട് പോയി കഴിയുമ്പോഴാണ് ഇത് വെളുത്ത് ഇതുപോലെ ഇരിക്കും. നമ്മൾ ഈ തുണിയൊന്നും ഇതേലും ഞാൻ നേരത്തെ വീട്ടിലുണ്ടായിരുന്ന സമയം തുണിയൊക്കെ വിരിച്ച് തേയിലയിലോട്ട് കൊണ്ടിടുമായിരുന്നു കേട്ടോ. അവർ വഴക്ക് പറയുമായിരുന്നു. അവർ കണ്ടിട്ടുണ്ടെങ്കിൽ തുണിയെല്ലാം പറക്കി താഴോട്ടിടുമായിരുന്നേ. അപ്പോൾ സൂപ്പർവൈസർമാർ ഇത് നോക്കാനായിട്ട് ആളുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട ഇതുപോലെ അതിൻ്റെ അകത്ത് ഈ വള്ളിച്ചെടി അതും ഇതുമൊക്കെ വളർന്നു വരുമല്ലോ, അതൊക്കെ അവർ വേർതിരിച്ചിട്ടാണ് ഈ തേയില ഇതുപോലെ നമുക്ക് ആയിട്ട് തേയിലപ്പൊടിയായിട്ട് പൊടിച്ചെടുക്കുന്നത്. അത് ഫാക്ടറിയിൽ എനിക്ക് പോകാൻ പറ്റുവാണെങ്കിൽ ഞാനൊരു ദിവസം പോയിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഒരുപാട് പേര് ഇതൊന്നും കണ്ടിട്ടില്ലാത്തവരും അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു രസമല്ലേ ഇതൊക്കെ കാണുന്നത്. എനിക്കും ഒരു രസമാണ്. നിങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ വേണ്ട ഇതുപോലെ നമ്മുടെ വഴിക്ക് ചുറ്റും തേയിലയാണ് കേട്ടോ. നല്ല രസമാണ്. ഇത് വളർന്നു നിൽക്കുന്ന കാണാൻ രസമാണ്. വളർന്നു കഴിയുമ്പോഴത്തേക്ക് അവർ കുറേ പേര് വന്ന് ഇതുപോലെ എടുത്തിട്ട് തേയില ഇതുപോലെ ഞുള്ളിയെടുക്കും. നേരത്തെയൊക്കെ ഞുള്ളിയെടുക്കുമായിരുന്നു കേട്ടോ.
ഇപ്പം പക്ഷേ മെഷീനാക്കിയേ. എന്നിട്ട് പിന്നെ ഇവർ ട്രാക്ടറുണ്ട്, അതിൽ വന്ന് കൊണ്ടുപോകും. ലോറിയുണ്ട് കേട്ടോ, അതിൻ്റെ അകത്ത് വന്ന് ഇതുപോലെ കൊണ്ടുപോയി നേരെ ഫാക്ടറിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരുപാട് പേരുണ്ട്, ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട്. ഇപ്പോഴേ ഹിന്ദിക്കാരും ഉണ്ടെന്നാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തോന്നുന്നത്. തമിഴ് ആൾക്കാരും ഉണ്ട്, ഹിന്ദിക്കാരും ഉണ്ട്. അപ്പോൾ വേണ്ട ഇതുപോലെ എല്ലാവരും തേയിലയൊക്കെ നുള്ളി എടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ, സീ യു.